ഹായ് ഹലോ വെൽക്കം ബാക്ക് മൈ ചാനൽ. അപ്പോൾ ഇന്നത്തെ നിങ്ങളുടെ കറണ്ട് റീഡിങ്ങിലേക്കും ഇന്ന് നിങ്ങൾക്ക് ഡിവൈൻ നൽകുന്ന മെസ്സേജിലേക്കും നമുക്ക് പോയാലോ. ലൈഫിൽ എന്തോ ഒരു കാര്യത്തിന് വേണ്ടി ശ്രമിച്ചിട്ട് ഇപ്പോൾ പരാജയപ്പെട്ട് നിൽക്കുന്ന ഒരു കൂട്ടം ആൾക്കാരുടെ എനർജിയാണ് കാണിക്കുന്നത്. പല കാരണത്തിലും നിങ്ങളത് ശ്രമത്തിൻ്റെ അറ്റത്ത് വരെ എത്തിയിട്ട് നിങ്ങൾക്കത് സാധിക്കാതെ പോയിട്ട് നിങ്ങളിപ്പോൾ പിന്തിരിഞ്ഞു നിൽക്കുന്നൊരു സാഹചര്യമാണുള്ളത്. നിങ്ങളെ കാണുന്ന യൂണിവേഴ്സിനും അല്ലെങ്കിൽ നിങ്ങളെ അറിയുന്ന ഡിവൈനും അറിയാം അത് നിങ്ങളുടെ പ്രശ്നം കൊണ്ടല്ല, പക്ഷെ നിങ്ങളിലേക്ക് അത് എത്തിക്കാനുള്ളൊരു തടസ്സം അവർക്കുണ്ടാകുന്നു. നിങ്ങളത് അറിയാതിരിക്കാനുള്ളൊരു തടസ്സം അവർക്കുണ്ടാകുന്നു. പക്ഷേ ഇന്ന് നിങ്ങളിലേക്ക് ഈ വീഡിയോ വരുമ്പോൾ നിങ്ങൾ അറിയേണ്ടതായ കാര്യങ്ങൾ, നിങ്ങളിലേക്ക് റെസനേറ്റായി തുടങ്ങേണ്ട കാര്യങ്ങൾ ഇന്ന് യൂണിവേഴ്സും ഡിവൈനും നിങ്ങളോട് പറയാൻ പോവുകയാണ്. കാരണം നിങ്ങൾ വലിയൊരു പരിശ്രമത്തിലായിരുന്നു. ലൈഫിലെ ഏറ്റവും വലിയൊരു പരിശ്രമത്തിൽ നിന്നിട്ട് നിങ്ങൾക്കിപ്പോൾ അത് നഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുന്ന ഒരു സിറ്റുവേഷനാണ്. എല്ലാ അറ്റത്ത് വരെ ഇതിൽ നിങ്ങൾ എത്തിയിട്ടും പക്ഷേ നിങ്ങൾക്കിപ്പോൾ അത് ഒരിക്കലും നിങ്ങൾക്ക് കിട്ടാൻ പാടില്ല എന്നൊരു സിറ്റുവേഷൻ നിങ്ങളെ ബന്ധിച്ചിട്ടിരിക്കുകയാണ്. നിങ്ങളിലേക്ക് ആ ഒരു ബന്ധനം വന്നിരിക്കുകയാണ്. അതുമൂലം നിങ്ങൾക്കിപ്പോൾ ആ വിഷയമായിട്ട് ബന്ധപ്പെട്ട് നിങ്ങൾ തിരിഞ്ഞു നിൽക്കുന്ന ഒരവസ്ഥ, നിരാശപ്പെട്ട് നിൽക്കുന്ന അവസ്ഥ, നമ്മൾ എല്ലാം നേടി എന്ന് വരുന്നിടത്ത് നമുക്ക് തിരിഞ്ഞു നിൽക്കേണ്ട ഒരു സാഹചര്യം വന്നിരിക്കുകയാണ്. നമ്മൾക്കിത് പല രീതിയിലും കണക്ട് ചെയ്യാം. നിങ്ങളിപ്പോൾ നിൽക്കുന്ന സിറ്റുവേഷനിൽ, നിങ്ങളുടെ റിലേഷൻഷിപ്പിൽ, നിങ്ങളുടെ വ്യക്തിയുമായിട്ട് നിങ്ങൾക്കുണ്ടാകുന്ന അകൽച്ച, അല്ലെങ്കിൽ ആ വ്യക്തിയുമായിട്ട് നിങ്ങളിപ്പോൾ ഡിവോഴ്സിലൊക്കെ നിൽക്കുന്ന സിറ്റുവേഷൻ ആണെന്നുണ്ടെങ്കിൽ അത് വീണ്ടും ഒരു റീസ്റ്റാർട്ടിങ്ങിന് വേണ്ടി ഡിവോഴ്സിലേക്ക് എത്തേണ്ട ഒരു പ്രശ്നം, അതിലേക്ക് എത്തിക്കാതെ ഇരിക്കാനുള്ള ഒരു ശ്രമങ്ങളൊക്കെ നിങ്ങൾ നടത്തുകയും അത് സക്സസ് ആകുകയും ചെയ്തു. പക്ഷേ ഇപ്പോൾ അത് നിങ്ങളെ നെഗറ്റീവായി ബാധിച്ചിരിക്കുകയാണ്. നിങ്ങളിലേക്ക് ആ വ്യക്തി അടുക്കത്തില്ല എന്നുള്ളൊരു സിറ്റുവേഷൻ വന്നിരിക്കുകയാണ്. അതിനോടൊപ്പം നിങ്ങളുടെ റിലേഷനും നിങ്ങളുടെ വ്യക്തിയുമായിട്ടുള്ളൊരു മാരേജിൻ്റെ അറ്റം വരെ നിങ്ങൾ എത്തിയിട്ടും ആ വ്യക്തി ഇപ്പോൾ വേറെ എന്തൊക്കെയോ വിഷയങ്ങൾ മൂലം ആ വ്യക്തി ഇപ്പോൾ അകന്നു നിൽക്കുന്നതായിട്ട് നിങ്ങൾക്ക് തോന്നുന്നു. പക്ഷെ നിങ്ങളിലേക്ക് ആ വ്യക്തി അടുക്കുന്നില്ല. നിങ്ങൾ അതിന് വേണ്ടിയിട്ടുള്ള ശ്രമങ്ങളെല്ലാം നടത്തിയിട്ടും അത് മനസ്സിലാക്കാതെ ആ വ്യക്തി ഇപ്പോൾ നിൽക്കുന്നത് കൊണ്ട് നിങ്ങൾക്ക് നിരാശയാണ് ഫലം. ഈ ഒരു വിഷയവുമായി ബന്ധപ്പെട്ട് ഞാൻ സ്റ്റോപ്പ് ചെയ്യണോ, പുറകിലോട്ട് പോകണോ എന്നുള്ള ചിന്താഗതിയിൽ നിങ്ങളിപ്പോൾ മാറി നിൽക്കുന്നൊരു സിറ്റുവേഷൻ. കാരണം ഇനി ഞാൻ എൻ്റെ ശ്രമങ്ങളെല്ലാം കഴിഞ്ഞു. ഇനി ആ വ്യക്തിയുടെ ഭാഗത്തുനിന്ന് കിട്ടേണ്ട ഒരു പോസിറ്റീവ് വൈബ് എനിക്ക് കിട്ടിയാൽ മാത്രം എനിക്ക് മുന്നോട്ട് പോകാൻ പറ്റത്തുള്ളൂ. എൻ്റേതായിട്ടുള്ള എല്ലാ കാര്യങ്ങളും ഞാൻ ശ്രമങ്ങളെല്ലാം നടത്തി നിൽക്കുകയാണ്. ആ വ്യക്തിയുടെ ഭാഗത്തുനിന്ന് എനിക്ക് ഒരു പോസിറ്റീവായിട്ടുള്ള കാര്യങ്ങൾ വന്നാൽ എനിക്കത് തുടരാൻ പറ്റത്തുള്ളൂ എന്നുള്ള ചിന്താഗതിയിൽ നിങ്ങൾ നിൽക്കുകയാണ്. നിങ്ങളിപ്പോൾ വിചാരിക്കുന്നത് ഞാൻ ഇത്രയും ശ്രമിച്ചിട്ട് പോലും എനിക്ക് എന്തുകൊണ്ടാണ് ഇങ്ങനെയൊക്കെ സാധിക്കുന്നത്, ഞാൻ വളരെ ആത്മാർത്ഥമായിട്ട് ശ്രമിച്ചിട്ട് പോലും എനിക്ക് എന്താണ് അതിലേക്ക് എത്തിപ്പെടാൻ പറ്റാത്തത്, അല്ലെങ്കിൽ നമ്മളെ എന്താണ് ആ വ്യക്തി മനസ്സിലാക്കാത്തത് എന്നുള്ള ചിന്താഗതിയിലാണ് നിങ്ങളിപ്പോൾ എപ്പോഴും ഉള്ളത്. നിങ്ങൾ ജോലി ചെയ്യുമ്പോഴും ഇരിക്കുമ്പോഴും നിങ്ങൾ എന്ത് ചെയ്താലും നിങ്ങൾക്ക് ഈ ഒരു ചിന്ത മാത്രമാണ്. കാരണം എന്തിൻ്റെ പേരിലാണ് നിങ്ങൾക്ക് ഇങ്ങനെ ഒരു സിറ്റുവേഷൻ ഫേസ് ചെയ്യേണ്ടി വന്നതെന്നുള്ളത്. അതുകൊണ്ട് തന്നെ നിങ്ങളുടെ റിലേഷനിൽ നിങ്ങളുടെ വ്യക്തിയുടെ ഭാഗത്ത് നിങ്ങൾക്കുണ്ടായിക്കൊണ്ടിരിക്കുന്ന ആ ഒരു വിഷയം മറ്റുള്ള ഏതോ ഒരു കാര്യവുമായി ബന്ധപ്പെട്ടാണെന്നുള്ളത് നിങ്ങൾക്കറിയാം. പക്ഷേ അത് എന്താണെന്ന് നിങ്ങൾക്ക് മനസ്സിലാക്കുന്ന രീതിയിൽ നിങ്ങളുടെ വ്യക്തി നിങ്ങളുടെ ഒപ്പം നിൽക്കുന്നില്ല, തുറന്നു പറയുന്നില്ല, നിങ്ങളോട് കാര്യങ്ങൾ പറയുന്നില്ല. അതുകൊണ്ട് തന്നെ നിങ്ങൾ അതിനകത്ത് വളരെ നിരാശരാണ്. ഒന്നും ചെയ്യാൻ പറ്റാതെ സ്റ്റക്കായി നിൽക്കുകയാണ്. ചിലപ്പോൾ ആ വ്യക്തി നിങ്ങളെ ബ്ലോക്ക് ചെയ്തിട്ട് പോയിട്ടുണ്ടാവാം. നിങ്ങൾ വിളിക്കുമ്പോൾ യാതൊരുവിധ കോണ്ടാക്റ്റിലും അല്ലായിരിക്കും നിൽക്കുന്നത്. ഇതെല്ലാം നിങ്ങളെ വളരെയധികം തളർത്തുന്നുണ്ട്. കാരണം അത്രത്തോളം സ്ട്രോങ് ആയിട്ടിരുന്നൊരു ബന്ധമാണ്. മാരേജ് വരെ എത്തും നല്ല രീതിയിൽ ഉറപ്പുണ്ടായിരുന്നൊരു ബന്ധമായിരുന്നു. പക്ഷേ ആ ബന്ധത്തിൽ ഇത്രയും വിള്ളലുകൾ പെട്ടെന്ന് സംഭവിക്കും. ഇതിൽ തേർഡ് പാർട്ടിയുടെ സിറ്റുവേഷൻ ഉണ്ടോ, അല്ലെങ്കിൽ അവരുടെ ഫാമിലിയുടെ ഭാഗത്തു നിന്നുണ്ടാകുന്ന വിഷയങ്ങളാണോ, അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും വിഷയങ്ങളാണോ എന്നൊന്നും നിങ്ങൾക്കറിയില്ല. പക്ഷേ നിങ്ങൾക്ക് എല്ലാ രീതിയിലും അതിന് വേണ്ടിയിട്ടുള്ള എല്ലാ രീതിയിലും ഒരു എഫേർട്ട് ഇട്ട ഒരാളായിരുന്നുകൊണ്ട് നിങ്ങൾ വളരെയധികം ഡിപ്രഷനിലാണ് ഇപ്പോഴുള്ളത്. അതുപോലെ തന്നെയാണ് മാരേജ് ലൈഫിലും നിങ്ങളുടെ പേഴ്സണുമായിട്ട് തെറ്റിദ്ധാരണകൾ മൂലം വേറൊരു വ്യക്തികളുടെ കടന്നുവരവോ അല്ലെങ്കിൽ വേറൊരു വ്യക്തികൾ നിങ്ങളുടെ പേഴ്സണെ സ്വാധീനിച്ചത് മൂലം നിങ്ങളുടെ ലൈഫിലുണ്ടായ കുറേയധികം പ്രശ്നങ്ങളുമായിട്ട് ബന്ധപ്പെട്ട് ഒരു ഡിവോഴ്സ് എന്ന രീതിയിലേക്ക് വരെ ആ കാര്യങ്ങൾ മുന്നോട്ട് പോവുകയും, പക്ഷേ അതിലേക്ക് എത്തിക്കാതിരിക്കാൻ നിങ്ങൾ മാക്സിമം ശ്രമിക്കുക. കാരണം നിങ്ങളുടെ കയ്യിൽ നിങ്ങൾക്ക് ആ
ലൈഫ് എപ്പോഴും സെക്യൂർ ആവണം, നിങ്ങളുടെ കയ്യിൽ സുരക്ഷിതമാകണം എന്ന് നിങ്ങൾ ആഗ്രഹിക്കുന്നു. പക്ഷേ ഇതിനകത്ത് മറ്റുള്ള വ്യക്തികളുടെ അനാവശ്യമായ ഇടപെടൽ മൂലം നിങ്ങളറിയാതെ നിങ്ങളുടെ പേഴ്സണെ അവർ ചതിയിലാക്കുന്നു, അല്ലെങ്കിൽ നിങ്ങളെക്കുറിച്ച് അനാവശ്യമായ കാര്യങ്ങൾ പറഞ്ഞു കൊടുത്തും നിങ്ങളുടെ പേഴ്സണെ നിങ്ങൾക്കെതിരെ നിർത്തി അങ്ങനെ ആ ലൈഫിലുണ്ടാകുന്ന വിഷയങ്ങളുമായി ബന്ധപ്പെട്ട് അവർക്ക് ഒറ്റ തീരുമാനമില്ല, ഡിവോഴ്സ് എടുക്കണം അല്ലെങ്കിൽ എനിക്ക് ഈ വ്യക്തിയുമായിട്ട് നിൽക്കാൻ പറ്റില്ല എന്നൊരു തീരുമാനത്തിൽ നിങ്ങളുടെ പേഴ്സൺ എത്തുകയും പക്ഷെ നിങ്ങൾ മാക്സിമം ശ്രമിക്കുകയൊക്കെ ചെയ്യുകയാണ് അതൊന്നും നടക്കാതിരിക്കുക. കാരണം നല്ലൊരു ലൈഫിന് വേണ്ടിയിട്ട് നിങ്ങളെല്ലാം ശ്രമിക്കുകയാണ്. പക്ഷെ അതൊന്നും മനസ്സിലാക്കുന്ന രീതിയിലല്ല നിങ്ങളുടെ വ്യക്തി ഇപ്പോൾ നിൽക്കുന്നത്. നിങ്ങളെല്ലാം കൊണ്ടും നിങ്ങൾ നിരാശയായിട്ട് നിൽക്കുകയാണ്. നിങ്ങളുടെ ജോലി, നിങ്ങളുടെ ചുറ്റിനുമുള്ള ആൾക്കാരുടെ സ്നേഹം, ഇതൊന്നും നിങ്ങൾ കണ്ടില്ല എന്ന് പറഞ്ഞുള്ള ഒരൊറ്റ നിൽപ്പാണ്. കാരണം മനസ്സ് വളരെയധികം ഡിപ്രഷനിലും തളർന്ന് നിൽക്കുന്ന അവസ്ഥയാണ്. ഏത് കാര്യത്തിലും ഒന്നും ചിന്തിക്കാൻ പറ്റാത്ത അല്ലെങ്കിൽ ഒന്നും ചെയ്യാൻ പറ്റാത്ത ഒരു ശരീരവും മനസ്സുമായിട്ടാണ് നിങ്ങളിപ്പോൾ നടക്കുന്നത്. നിങ്ങൾ ആഗ്രഹിക്കുന്ന ആ ഒരു കാര്യം നിങ്ങളുടെ കൈകളിൽ നിന്ന് നഷ്ടപ്പെടുത്തി എടുക്കാനായിട്ടുള്ളൊരു ശ്രമം നിങ്ങളുടെ പുറകെ ഉണ്ട്. ഒരു ചതിക്കുഴി നിങ്ങളുടെ പുറകെ ഉണ്ടായിരുന്നു. കാരണം നിങ്ങളിലൊരു നെഗറ്റീവ് എനർജി നിങ്ങളെ ബാധിച്ചിട്ടുണ്ട്. ആ നെഗറ്റീവ് എനർജി എന്ന് പറയുന്നത് നിങ്ങളെ കാണുകയും നിങ്ങളെ അറിയുകയും ചെയ്യുന്ന ഒരു കൂട്ടം ഏതെങ്കിലും കുറച്ച് വ്യക്തികളുടെ ഭാഗത്തു നിന്നുണ്ടായതാവാം. നിങ്ങളെ തെറ്റിദ്ധരിപ്പിച്ച് നിങ്ങളുടെ വ്യക്തിയുമായിട്ട് മാറ്റി നിർത്തി നിങ്ങളെ ഇതാക്കി കൊണ്ടുപോകുന്ന ഒരു വിഷയമായിട്ടാണ് കാണിക്കുന്നത്. കാരണം അവർക്ക് നിങ്ങൾ നന്നായിട്ട് നിങ്ങളുടെ ബന്ധം പോകുന്ന കണ്ടിട്ട് പറ്റാത്തൊരു സിറ്റുവേഷൻ കാണിക്കുന്നു. ആ സിറ്റുവേഷൻ ബേസ് ചെയ്ത് അവർ കുറേയധികം നിങ്ങളുടെ വ്യക്തിനെ സ്വാധീനിച്ചിട്ടുണ്ട്, അല്ലെങ്കിൽ വേറെ ഏതോ രീതിയിൽ നിങ്ങളെ നശിപ്പിക്കാനുള്ള ശ്രമങ്ങൾ നടത്തിയിട്ടുണ്ട്. അങ്ങനെ നിങ്ങളെ കാണുന്ന ആ നെഗറ്റീവ് എനർജി നിങ്ങളെ നശിപ്പിക്കാൻ ശ്രമിച്ചുകൊണ്ടിരിക്കുന്നതിൻ്റെ ഫലമായിട്ടാണ് നിങ്ങളിപ്പോൾ അനുഭവിച്ചുകൊണ്ടിരിക്കുന്ന നിങ്ങളുടെ ലൈഫിലുണ്ടാകുന്ന ഇങ്ങനെയുള്ള വിഷയങ്ങളൊക്കെ നിങ്ങൾക്ക് സംഭവിക്കുന്നത്. നിങ്ങൾ ആഗ്രഹിക്കുന്ന ആ ഗോൾ അല്ലെങ്കിൽ നിങ്ങളുടെ ലൈഫിൽ നിങ്ങൾ വളരെ സക്സസ് ആയിട്ടൊരു ലൈഫ്, നല്ലൊരു സ്നേഹം പരസ്പര സ്നേഹവും വിശ്വാസമുള്ള ഒരു പാർട്ട്ണർ, അതിനോടൊപ്പം നല്ല രീതിയിൽ ഫാമിലിയായിട്ട് നല്ല രീതിയിൽ ജീവിക്കണം എന്നൊക്കെ ആഗ്രഹിക്കുന്ന ഒരു വ്യക്തിയാണ്. അനാവശ്യമായ കൂട്ടുകെട്ടുകളിലോ അനാവശ്യമായ ഇടങ്ങളിലോ നിങ്ങൾ നിൽക്കാറില്ല. നിങ്ങൾക്കിഷ്ടമില്ലാത്തടത്ത് നിങ്ങൾ ഒരു രീതിയിലൊരു അഭിപ്രായം പറയാറില്ല. നിങ്ങൾ നിങ്ങളുടേതായ കാര്യങ്ങൾ വളരെ ഫോക്കസ്ഡ് ആയൊരു വ്യക്തിയായിരുന്നു. പക്ഷേ ഈ ഒരു ബന്ധം നിങ്ങൾക്ക് അത്രത്തോളം ഒരു പോസിറ്റീവുമായിരുന്നു. നല്ലൊരു ബന്ധത്തിൽ നിന്ന് പൊയ്ക്കൊണ്ടിരിക്കുന്ന അവസ്ഥയെ നമുക്ക് ഇങ്ങനെ ഒരു രീതിയിലുള്ള വിഷയങ്ങൾ വരുമെന്ന് നിങ്ങൾ ഒരിക്കലും വിചാരിച്ചിരുന്നില്ല. പക്ഷേ ഇത് നിങ്ങളെ അറിയുന്ന ആ കുറച്ച് ആൾക്കാരുടെ ഒരു നെഗറ്റീവ് നിങ്ങളെ ബാധിച്ചിരിക്കുകയാണ്. നിങ്ങളുടെ വ്യക്തിനെ എന്തൊക്കെയോ കാരണത്താൽ പറഞ്ഞ് നിങ്ങളിൽ നിന്ന് അകറ്റാനുള്ള ശ്രമങ്ങളൊക്കെ നടത്തി നിങ്ങളിൽ ആ ഒരു തരാതിരിക്കുന്ന ഒരു സിറ്റുവേഷൻ, നിങ്ങൾ വളരെയധികം ഡിപ്രഷനായി പോകുന്നതും നിങ്ങളിലുള്ള എല്ലാ കരിയറും എല്ലാം നശിക്കുന്നത് കാണാനുള്ളൊരു ആഗ്രഹം മൂലം ചെയ്യുന്ന കുറച്ച് പ്രവൃത്തികളുണ്ട്. അത് മനസ്സിലാക്കി നിങ്ങളിലേക്ക് തിരിയണം. എവിടെയും നിങ്ങൾ തളർന്നു പോകരുത്. നിങ്ങൾക്ക് വേണ്ട കാര്യങ്ങൾ എന്താണോ അത് വേണ്ടതായ രീതിയിൽ ചെയ്യണം. നിങ്ങളുടെ ഗോൾ നിങ്ങൾ അച്ചീവ് ചെയ്യുക തന്നെ ചെയ്യും. നിങ്ങളുടെ വ്യക്തി നിങ്ങളെ മനസ്സിലാക്കി തിരിച്ചു വരികയൊക്കെ ചെയ്യും. പക്ഷേ നിങ്ങൾ നെഗറ്റീവ് എനർജീനെ ബാധിച്ചിരിക്കുന്നുണ്ടെങ്കിൽ അതിനനുസരിച്ചുള്ള കാര്യങ്ങൾ നിങ്ങൾ ചെയ്യണം. നെഗറ്റീവ് എനർജി നമ്മളെ ബാധിക്കാത്ത രീതിയിൽ നമ്മൾ മുന്നോട്ട് പോകണം. എല്ലായിടത്തും നിങ്ങൾ ഡിപ്രഷൻ അടിച്ചിരുന്നു കഴിഞ്ഞാൽ അല്ലെങ്കിൽ എപ്പോഴും നിങ്ങൾ വിഷമിച്ചിരുന്നാൽ നിങ്ങളെ നെഗറ്റീവ് എനർജി കൂടുതൽ ബാധിക്കും. നിങ്ങൾ നിൽക്കുന്ന സിറ്റുവേഷൻ, നിങ്ങൾ ചെയ്യുന്ന കരിയർ, നിങ്ങൾക്ക് ഉത്തരവാദപ്പെട്ടതായ കാര്യങ്ങളിൽ നിങ്ങൾ ശ്രദ്ധ കൊടുക്കുക. ഈ ഒരു വിഷയം നിങ്ങളുടെ ലൈഫിൽ ഇപ്പോൾ ഒരു പ്രശ്നമായിട്ട് തന്നെയാണ് ഉണ്ടെങ്കിലും പക്ഷേ അത് നിങ്ങളിലേക്ക് തന്നെ തിരിച്ചു വരും. ആ ഗോൾ നിങ്ങൾ നേടുക തന്നെ ചെയ്യും. പക്ഷേ ആ നെഗറ്റീവ് എനർജീനെ നമ്മൾ പൂർണ്ണമായും ഒഴിവാക്കി വിടണം. നമ്മളെ നെഗറ്റീവ് എനർജി ബാധിക്കുന്നത് നമ്മൾ ആ വിഷയത്തിൽ കടന്നങ്ങ് കരയുകയും നമ്മൾ ആ വിഷയത്തിൽ പെട്ടുപോകുമ്പോഴാണ് നെഗറ്റീവ് എനർജി നമ്മളെ വലുതായിട്ട് ബാധിക്കുന്നത്. നമ്മളതിൽ വലിയൊരു ഇത് കൊടുക്കുന്നില്ല, നമ്മുടെ ഭാഗത്ത് തെറ്റില്ല, നമ്മളൊന്നും ചെയ്തിട്ടില്ല. മനസ്സിലാക്കാത്തവർ മനസ്സിലാക്കേണ്ട സമയത്ത് മനസ്സിലാക്കി തിരിച്ചു വരും. പക്ഷെ നമ്മളായിട്ട് തന്നെ ഇരിക്കണം എന്നൊരു ചിന്താഗതി നിങ്ങൾക്കുണ്ടായി ഒരു പോസിറ്റീവ് വൈബോട് കൂടി മുന്നോട്ട് പോകുകയാണെന്നുണ്ടെങ്കിൽ ഈ നെഗറ്റീവ് എനർജി നിങ്ങളധികം ബാധിക്കില്ല. അപ്പോൾ നിങ്ങളെ എത്രയും ശ്രമിച്ചിട്ട് നിങ്ങൾ തകരുന്നില്ല എന്ന് കാണുമ്പോൾ നിങ്ങൾക്കെതിരെ വിടുന്ന ആയുധങ്ങളുടെ അളവ് അവർ കുറയ്ക്കും.
കാരണം നിങ്ങളതിൽ ഒരു ഇതും കൊടുക്കുന്നില്ല, ഒരു രീതിയിലും നിങ്ങളതിനകത്തൊരു പ്രതികരണം കൊടുക്കുന്നില്ല. നിങ്ങൾ നിങ്ങളുടെ കാര്യങ്ങളുമായി ബന്ധപ്പെട്ട് സ്ട്രെയിറ്റ് ഫോർവേഡ് ആണെന്ന് അവർക്ക് കണ്ടു കഴിഞ്ഞാൽ അവരതുമായിട്ട് ഇപ്പം നിങ്ങൾ നിൽക്കുന്ന സിറ്റുവേഷൻ കാണുമ്പോൾ അവർക്ക് കൂടുതൽ നിങ്ങളെ തകർക്കാനുള്ള ശ്രമങ്ങളാണ് അവർക്കുണ്ടാകുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ നിങ്ങൾ അങ്ങനെയുള്ള വിഷയങ്ങളിൽ നിന്നൊക്കെ ഒഴിവായി നിൽക്കുക. നിങ്ങൾ ചെയ്യുന്ന വിഷയങ്ങളിൽ വളരെയധികം ആത്മാർത്ഥതയോടെ സ്മാർട്ട് നിൽക്കുക. നിരാശയൊക്കെ വിട്ട്, ഡിപ്രഷൻ മൈൻഡൊക്കെ വിട്ട് ജോലിയിലും അല്ലെങ്കിൽ നമ്മൾക്ക് ചുറ്റിനും ചെയ്യേണ്ടതായ ഉത്തരവാദിത്തപ്പെട്ട കാര്യങ്ങളിലൊക്കെ നമ്മൾ ശ്രദ്ധ കൊടുക്കുക. നിങ്ങൾക്ക് കിട്ടേണ്ട ആ കാര്യം നിങ്ങളുടെ കൈക്കുള്ളിൽ തന്നെയാണ്. അത് നിങ്ങൾക്ക് തന്നെ അവകാശപ്പെട്ടതാണ്. അത് നിങ്ങൾക്ക് തന്നെ കൈക്കുള്ളിൽ വരും. നിങ്ങളുടെ അവകാശപ്പെട്ടതായിട്ടൊന്നും നിങ്ങളിൽ നഷ്ടപ്പെട്ടു പോകില്ല. ഈ നെഗറ്റീവ് എനർജി നിങ്ങളെ ബാധിച്ചിരിക്കുന്നതുകൊണ്ടുണ്ടായ കുറച്ച് പ്രശ്നങ്ങൾ മാത്രമേ ഉള്ളൂ. നിങ്ങൾ ടെൻഷൻ അടിക്കാതെ, ഡിപ്രഷൻ അടിക്കാതെ മുന്നോട്ട് പോക്കോ. നിങ്ങൾക്ക് വേണ്ടതായ കാര്യങ്ങൾ ചെയ്ത് നിങ്ങൾ മുന്നോട്ട് പോക്കോ. ആരെയും നിങ്ങൾ മൈൻഡ് ചെയ്യേണ്ട, ആരോടും നിങ്ങളുടെ ഇത് മനസ്സിലാക്കി കൊടുക്കാൻ നിൽക്കണ്ട. നിങ്ങൾക്ക് അവകാശപ്പെട്ട് നിങ്ങളുടെ കൈക്കുള്ളിൽ തന്നെ വരും എന്നാണ് യൂണിവേഴ്സും നിങ്ങളെ കാണുന്ന ഡിവൈനും പറയുന്നത്. അതുകൊണ്ട് തന്നെ പോസിറ്റീവ് എനർജി ക്ലെയിം ചെയ്ത് വീഡിയോ കാണാൻ ശ്രമിക്കുക. പോസിറ്റീവ് എനർജി ക്ലെയിം ചെയ്ത കമൻറ്റുകൾ കമൻറ്റ് ബോക്സിൽ കമൻറ്റ് ചെയ്യുക. വീഡിയോ കാണുന്നവർ വീഡിയോ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് ലൈക്ക് ചെയ്ത് വീഡിയോ കാണാൻ ശ്രമിക്കുക. അപ്പോഴാണ് നമ്മളിലേക്ക് ഈ ഒരു പോസിറ്റീവ് കാര്യം നമ്മളിലേക്ക് ക്ലെയിം ചെയ്തെടുക്കാൻ പറ്റത്തുള്ളൂ. കാരണം നിങ്ങൾക്ക് ഇന്ന് തരുന്ന, നിങ്ങൾക്കിലേക്ക് ഇത് ഈ വീഡിയോ വരുമ്പോൾ നിങ്ങൾക്കിത് ആക്റ്റീവായി തുടങ്ങും. അപ്പോൾ നിങ്ങൾക്ക് ഇന്ന് ഡിവൈൻ നൽകുന്ന അല്ലെങ്കിൽ നിങ്ങളെ കാണുന്ന യൂണിവേഴ്സ് നൽകുന്ന ഒരു മെസ്സേജാണ്. വളരെ ഒരു സ്മാർട്ടായിട്ടിരിക്കുന്ന ഒരാളായിട്ട് നിങ്ങൾ എപ്പോഴും മുന്നോട്ട് പോകാൻ നെഗറ്റീവ് എനർജിയൊക്കെ നിങ്ങളെ ബാധിച്ചിരിക്കുന്നത് കൊണ്ടുണ്ടായ കുറച്ച് വിഷയങ്ങളാണ്. പക്ഷേ നമ്മൾക്ക് വേണ്ട കാര്യങ്ങൾ നമ്മുടെ കൈകളിൽ തന്നെ വരും. നമുക്ക് അവകാശപ്പെട്ടത് നമുക്ക് തന്നെ കിട്ടും. നിങ്ങളിലുള്ള ഇപ്പോഴത്തെ ആ വിഷമത്തെയും ആ ഒരു ഡിപ്രഷനെയൊക്കെ മാറ്റി മുന്നോട്ട് പോകണം എന്നുള്ളൊരു മെസ്സേജാണ് നിങ്ങൾക്ക് യൂണിവേഴ്സിൻ്റെ ഭാഗത്തുനിന്ന് ഉണ്ടാകുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ നിങ്ങൾ പോസിറ്റീവ് എനർജി ക്ലെയിം ചെയ്ത് വീഡിയോ കണ്ട് വീഡിയോ സബ്സ്ക്രൈബ് ചെയ്ത് ലൈക്ക് ചെയ്ത് നമ്മുടെ കാര്യം സാധിച്ചു അല്ലെങ്കിൽ സന്തോഷമായിട്ടുള്ള കാര്യങ്ങൾ നമ്മുടെ കമൻറ്റ് ബോക്സിൽ കമൻറ്റ് ചെയ്യുക. അതിനോടൊപ്പം പോസിറ്റീവായിട്ട് തന്നെ ഇരിക്കണം. വീഡിയോ കണ്ട ശേഷം നമ്മളെപ്പോഴും വിഷമിച്ച് ഈ ഒരു അവസ്ഥയിൽ നിന്ന് മാറി നമ്മുടെ മനസ്സൊക്കെ ഒന്ന് നേരെയാക്കി നമ്മൾ മുന്നോട്ട് പോകണം. വിശദമായ പേഴ്സണൽ റീഡിംഗ് ആവശ്യമുള്ളവർ താഴെ കാണുന്ന വാട്സപ്പ് നമ്പറിൽ ഈ റീഡിംഗ് എന്ന മെസ്സേജ് ഇട്ട വിശദമായ പേഴ്സണൽ റീഡിംഗ് എടുത്തു തരുന്നതായിരിക്കും. എല്ലാവരും ഹാപ്പി ആയിട്ടിരിക്കുക, ഹെൽത്തി ആയിട്ടിരിക്കുക, പോസിറ്റീവായിട്ടിരിക്കുക.